അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് NOSൽ ഇനി നിങ്ങൾ തീരുമാനിക്കണം ഏത് എഴുതണം. ഓൺ ഡിമാൻഡ് എഴുതണോ അതോ പബ്ലിക് എക്സാം എഴുതണോ? ഇപ്പൊ ചില ആൾക്കാർ എന്നോട് ചോദിക്കും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ ഫെയിലായ സബ്ജക്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെയുള്ള എക്സാം എഴുതിക്കോളുക, ഒരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു പോയേ അപ്പോൾ ഇനി കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് ഞാൻ ഒക്ടോബറിൽ എഴുതിക്കോളാം എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിലെ എക്സാം എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് സംശയമൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും. പക്ഷെ ഞാൻ ഫ്രീ ആണ് എപ്പോഴാണ് ആ സമയത്താണ് തിരിച്ച് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. അതുപോലെ തന്നെ 2026 നിങ്ങൾ +2 ഫെയിൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് ഇപ്പം നടക്കുന്നുണ്ട്. ഏതൊരു NISൽ നിങ്ങൾക്ക് എന്തിന്റെ വേണമെങ്കിലും കോഴ്സിലേക്ക് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ NISനെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ NISൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെറും 6 മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി SSLC അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാം, അതും ഓൺലൈനായി. ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് LB അക്കാദമി നൽകുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല PSC, UPSC, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് LB അക്കാദമിയുടെ കോഴ്സുകൾ. ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ 8 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ LB അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. Contact for more details 9495808055 9207197379 പാലത്തിങ്കൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്ന് NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇനിയും ഈ ഒരു വിവരം അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരിലേക്ക് ഈ ഒരു വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം പാസ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരുപാട് കുട്ടികൾ പാസ്സായിട്ടുണ്ട്. +2ന്റെ റിസൾട്ട് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടില്ല. സോ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. ഈ ആഴ്ച തന്നെ നിങ്ങളുടെ റിസൾട്ടും NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ. പൊതുവെ വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് ഈ വർഷവും NIOSൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പാസ്സായിട്ടുണ്ട്. നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും അത്യാവശ്യം എല്ലാ കുട്ടികളും പാസ്സായി പോയിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളായിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു അധ്യയന വർഷത്തിൽ നമുക്ക് നല്ലൊരു രീതിയിൽ പാസ്സാക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ പാസ്സാക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നത്. കാരണം നമ്മുടെ ടീച്ചേഴ്സിന്റെ കഠിനമായിട്ടുള്ള ആ ഒരു പ്രയത്നം, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇതിൽ വന്ന് ജോയിൻ ചെയ്തതും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും മുൻപോട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കി നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ +2 ഒക്കെ എഴുതിയത് അല്ലെ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇനി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികള് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല അല്ലെ. കാരണം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും സബ്ജക്റ്റുകൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആദ്യം നിങ്ങൾ വിചാരിക്കുക. ഇനി ബാക്കിയുള്ള അതായത് 1ഓ 2ഓ സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അത് നമുക്ക് ഈ വർഷം തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ റിസൾട്ടിൽ SYC, SYCT, SYCP ഇതാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. പിന്നെ IMPR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കൂടുതലായിട്ട് നമുക്ക് റിസൾട്ടിൽ കണ്ടുവരുന്നതാണ് SYCയും SYCTയും SYCP.
അപ്പോൾ ഈ 3 എന്താണെന്നുള്ളത് ഞാനിപ്പോ ഒന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ റിസൾട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാനത് പറഞ്ഞുതരാം എന്താന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ SYC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നേരെ SYC കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആ സബ്ജക്റ്റിന് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് തിയറിയും പ്രാക്ടിക്കലും ഒന്നും, തിയറി മാത്രമല്ലേ വരുന്നുള്ളൂ, പ്രാക്ടിക്കൽ വരുന്നില്ല. അപ്പോൾ SYC അവിടെ സ്വാഭാവികമായിട്ടും കാണിക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം ആ സബ്ജക്റ്റ് നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ്. ഇനി ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നേരെ നമുക്ക് SYC എന്ന് കാണിക്കുകയാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ തിയറിക്കും പ്രാക്ടിക്കലിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നേരെ SYC കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന്റെ തിയറിയും പ്രാക്ടിക്കലും നമ്മൾ ഫെയിൽ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി വേറൊരു സബ്ജക്റ്റിന്, അതായത് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെ നേരെ SYCT എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ തിയറി സബ്ജക്റ്റ് ആണ് അവിടെ ഫെയിൽ ആയിരിക്കുന്നത് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ നമ്മൾ പാസ്സായിട്ടുണ്ട്, തിയറി മാത്രം നമ്മൾ എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇനി SYCP കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആണ് നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? തിയറി നമ്മൾ അവിടെ പാസ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി എക്സാം ഫീസ് അടയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എക്സാം ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിന്റെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലായിരിക്കും പരീക്ഷ ഫീസ് അടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മൾ മെയിൻ ആയിട്ടും ഈ SYCT SYCP നിങ്ങൾക്ക് അറിയായിരിക്കും. SYC വരുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് വരാറുണ്ട്. ഫിസിക്സ് കെമിസ്ട്രിയുടെ ഒക്കെ നേരെ SYC കാണിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ, നിങ്ങൾ ആ തിയറിയും പ്രാക്ടിക്കലും ആ സബ്ജക്റ്റിന്റെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഏതെങ്കിലും NIOSൽ നിങ്ങൾ ഏതെങ്കിലും 5 വിഷയങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും പിന്നെ ഏതെങ്കിലും ഒരു 3 സബ്ജക്ട് നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് +2ന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് PSC എക്സാമുകളും അതുപോലെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ചില ആളുകൾ എന്നോട് പറയുന്നുണ്ട് 5 സബ്ജക്ട് മതിയോ, 6 സബ്ജക്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് PSC ഒക്കെ എഴുതാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. 5 സബ്ജക്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ. ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതിയെടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് NIOSൽ ഈ വർഷം തന്നെ എന്താണ്, ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്താണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ പബ്ലിക് എക്സാമും ആണ്. അപ്പോൾ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്നുള്ളതും എന്താണ് പബ്ലിക് എക്സാം എന്നുള്ളതും പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ആ ഒരു ഏതാണോ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത് നമ്മളായിട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പ്, അതായത് നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും പബ്ലിക് എക്സാമും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏത് എക്സാം എഴുതാം എന്നുള്ളത്. ആദ്യം തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്താണെന്നുള്ളത് പറയാം. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പൺ ആണ്. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ NIOSലൊക്കെ അഡ്മിഷൻ എടുത്ത് പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. പക്ഷെ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടോ? ഇല്ല. എവിടെയാണ് പരീക്ഷാ കേന്ദ്രം ഉള്ളത്? അതായത് എറണാകുളം, കോഴിക്കോട്, കണ്ണൂര്, അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇങ്ങനെ 4 ജില്ലകളിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവുക. അപ്പോൾ ഈ ജില്ലകളിൽ ആയിരിക്കും ഇതിന്റെ പരീക്ഷാ കേന്ദ്രം ഉള്ളത്. ഇവിടെയാണ് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതല്ലാതെ നമുക്കിപ്പോ NIOSൽ പബ്ലിക് എക്സാം എഴുതിയതുപോലെ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഓൺ ഡിമാൻഡിന് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, ഏത് മാസത്തിൽ പരീക്ഷ എഴുതണം, അതുപോലെ തന്നെ ഏത് ഡേറ്റ് ഞാൻ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ജൂൺ മാസത്തിലെ ഡേറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജൂൺ മാസത്തിലെ ഡേറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ജൂലൈയിലെ ആണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റിലെ ഡേറ്റ് നിങ്ങൾക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഡേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്കതിൽ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് അതിൽ കുറച്ച് സീറ്റുകൾ കാണാം. ആ ഒരു ഡേറ്റ്
അനുസരിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പബ്ലിക് എക്സാം എഴുതാൻ പറ്റും. പബ്ലിക് എക്സാമിലേക്കാണ് നിങ്ങൾ സേ എഴുതുന്നത്. ഇപ്പൊ ചില ആളുകൾ വിചാരിക്കും കുറച്ചുകൂടെ മാർക്ക്, നല്ലൊരു പെർസെന്റേജ് മാർക്ക് എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ പബ്ലിക് എക്സാം ആണ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പബ്ലിക് എക്സാം എഴുതാം. അതായത് 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവും, പഠിക്കാൻ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് കിട്ടും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ആ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. 2026 ഒക്ടോബറിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട നോട്ടിഫിക്കേഷൻ ഒക്കെ NIOSന്റെ ഭാഗത്തുനിന്ന് വരണം. അപ്പോൾ നമുക്ക് പരീക്ഷ ഫീസ് അടച്ച് ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ആ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് NIOSലുള്ളത്. ഇനി നിങ്ങൾ തീരുമാനിക്കണം ഏത് എഴുതണം, ഓൺ ഡിമാൻഡ് എഴുതണോ അതോ പബ്ലിക് എക്സാം എഴുതണോ. ഇപ്പൊ ചില ആൾക്കാർ എന്നോട് ചോദിക്കും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ബുദ്ധിമുട്ടാണല്ലോ, പബ്ലിക് അല്ലേ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓൺ ഡിമാൻഡ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ, MCQ, ഒബ്ജക്റ്റീവ് അല്ലെ, ആ ഒരു അത് തന്നെയാണ് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ചില ആളുകൾ ഇപ്പം ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും കോഴ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ചിലപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് എക്സാം എഴുതി റിസൾട്ട് വരുന്ന ആ ഒരു രീതിയൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കുക. അപ്പൊ അത്യാവശ്യം നിങ്ങൾ ഫെയിലായ സബ്ജക്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെയുള്ള എക്സാം എഴുതിക്കോളുക, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കണം. ഈ പ്രാവശ്യം ഞാൻ ഫെയിൽ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്റെ പേപ്പറിൽ ഞാൻ അത്യാവശ്യം ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് ഞാൻ ഒക്ടോബറിൽ എഴുതിക്കോളാം എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിലെ എക്സാം എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഒരു പഠന നിലവാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഭവമൊക്കെ നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഏത് എക്സാം എഴുതണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിങ്ങൾക്ക് രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് സംശയമൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും. പക്ഷെ ഞാൻ ഫ്രീ ആണ് എപ്പോഴാണ് ആ സമയത്താണ് തിരിച്ച് നിങ്ങളെ വിളിക്കുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവില്ല, ഞാൻ തിരിച്ച് വിളിച്ചോളാം. ഞാൻ എപ്പോഴാണ് ഫ്രീ ആണ് ആ സമയത്ത് നിങ്ങളെ തിരിച്ച് വിളിച്ചോളാം കേട്ടോ. ആ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നത്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ച് റിപ്ലൈ തരും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവുക. ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. അതുപോലെ തന്നെ 2026 നിങ്ങൾ +2 ഫെയിൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതൊരു NIOSൽ നിങ്ങൾക്ക് എന്തിന്റെ വേണമെങ്കിലും കോഴ്സിലേക്ക് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യും കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന്റെ. സോ പാസ്സാകാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ LBയിൽ ജോയിൻ ചെയ്യുക. 100% വിജയം നിങ്ങൾക്ക് ഉറപ്പാണെന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാം നടന്ന സമയത്ത് നമ്മളോട് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ, എന്താ ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ലിങ്ക് കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആകുക. സോ ആ ഒരു ഗ്രൂപ്പിൽ NIOSനെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും, പുതിയ നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ NIOSൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാ കുട്ടികൾക്കും ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ഗ്രൂപ്പാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാവുന്നതാണ്. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പുകളും ആ ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.